മാലിന്യം വലിച്ചെറിയൽ ബോധവൽക്കരണത്തിനിറങ്ങി കൊല്ലം മേയർ. നഗരത്തെ ശുചിത്വമാക്കുന്നതിന്റെ ഭാഗമായി വ്യാപാരികളെ ബോധവൽക്കരിക്കുന്നതിനായാണ് മേയർ നഗരത്തിലെ കടകളിൽ സന്ദർശനം നടത്തിയത്. നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാർച്ച് 31-ന് ശുചിത്വ നഗരങ്ങൾ പ്രഖ്യാപിക്കും. ഇതിനു മുന്നോടിയായി കൊല്ലം കോർപ്പറേഷൻ ജനുവരി 1 മുതൽ 7 വരെ മാലിന്യം വലിച്ചെറിയൽ മുക്തവാരമായി ആചരിച്ചിരുന്നു. നഗരത്തെ സമ്പൂർണ്ണമായി ശുചിത്വമാക്കുന്നതിന്റെ ഭാഗമായി വ്യാപാരികളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി കൂടിയാണ് മേയർ പ്രസന്ന എണസ്റ്റ് നഗരത്തിലെ കടകളിലെല്ലാം സന്ദർശനത്തിന് എത്തിയത്. നഗരങ്ങളിലെ കടകളിൽ നിന്നും മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയുന്നത് ഒഴിവാക്കി അതാത് സ്ഥാപനങ്ങളുടെ മുന്നിൽ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകണമെന്ന് മേയർ നിർദ്ദേശം നൽകി. ആഹാരാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവർ പിടിക്കപ്പെട്ടാൽ കൈയോടെ പിഴ ഈടാക്കും. നഗരത്തെ മാലിന്യമുക്തമാക്കുവാൻ വ്യാപാരികളും സഹകരിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾക്ക് നഗരത്തിലേക്ക് എത്തുന്നവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ ഇനി മുതൽ പിഴ അടയ്ക്കേണ്ടതായി വരും. മാലിന്യം വലിച്ചെറിയുന്നവരുടെ ഫോട്ടോ എടുത്ത് നൽകിയാൽ 2500 രൂപ വീതം നൽകുമെന്നും മേയർ പറഞ്ഞു. അജൈവ മാലിന്യങ്ങൾ നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുകയും ഫുഡ് വേസ്റ്റുകൾ നമ്മൾ സംസ്കരിക്കാൻ ആവശ്യമായ നമ്മൾ പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോഡിൽ എപ്പോൾ നോക്കിയാൽ നല്ല മനോഹരമായി കിടക്കണം, പ്ലാസ്റ്റിക്കും മറ്റും വലിച്ചെറിയരുത്. അപ്പോൾ കടക്കാരുടെ വലിയ സഹായമാണ് ഞങ്ങൾക്ക് ആവശ്യം. അവരാണ് ഇത് വലിച്ചെറിയാതിരിക്കാണ് അവർക്കൊരു ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ എല്ലാ കടകളിലും നമ്മൾ നേരത്തെ കൂട്ടി നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അതുവരെ നല്ലതായിട്ട് എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മുതൽ അത് നമ്മൾ പറഞ്ഞതിന് ശേഷം നാളെ മുതൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കുകളും നമ്മുടെ റോഡിലൊന്നും ഇല്ലാതെ വലിച്ചെറിയാതിരിക്കാനും ഫുഡ് വേസ്റ്റുകൾ വലിച്ചെറിയാതിരിക്കാനും. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മേയർക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.